Hey guys, welcome back to the channel. I hope you are ready to watch the part 2 of Kunman. Let's go. Slept the entire day outside. Tough. It's morning already. She's leaving with her husband. Did they just do it on purpose? She must have given the gold to her mom, right? His bike is punctured. ഞങ്ങൾ പേടിച്ചതാണ്. അവനൊരു പ്രത്യേക ടൈപ്പ്. ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ബാത്റൂം ശരിയില്ലാന്ന് പറഞ്ഞ അവ പെണ്ണിനെ വിളിച്ച് ഓട്ടോ കയറ്റി പോയിടാ. നീ തലവെട്ടി ചെറാന്ന് കേട്ടിട്ടുണ്ടോ? മൂന്ന് ചുറ്റും വെള്ളമാണ്. ആ ഒറ്റ വഴിയും അരോമാർ അടച്ചല്ലേ, പിന്നെ നിനക്ക് പുറത്ത് കിടക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നീ ഒന്ന് ഇറങ്ങ, ഒന്ന് സമാനപ്പെടാ. ഞാൻ പോയി തഞ്ചത്തിൽ നൂട്ടിൽ സ്ഥാനം വാങ്ങിച്ചോണ്ട് വരാം. കിടന്ന് ചാടാതെ. She would have left the gold behind, right? എന്റെ ചോറിലാണ് നീ നിന്റെ പെങ്ങളുടെ മണ്ണ് വാരിയിട്ടും. ആ മണ്ണുള്ള ചോറ് തിന്നിട്ടാണ് ഞാൻ എന്റെ പൊന്നു വാങ്ങിച്ചോണ്ട് വരുവാണ്. അതിന് എല്ലാം എന്റെ തല പോവാണെങ്കിൽ എനിക്ക് ആ തല വേണം. They're just so ungrateful. But he could just wait a little bit more. If that area is not that good then. What is this, a jewelry show? Yeah, with stolen gold, that is. He's not nice, you know. Why did she get married off to this place? എന്റെ പിള്ളേരാന്ന് തോന്നുന്നു. നിന്നെ കെട്ടി നഞ്ചത് കൊഞ്ചം ആയിക്കൊണ്ടിട്ടുണ്ട്. പണക്കാര പറഞ്ഞു. അല്ല ഇപ്പൊ നീ ഇതിപ്പോ ഒരു വിഷയമാക്കണ്ട. ഞാൻ ആ മാട്ട് പറഞ്ഞിട്ട് എന്നെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യാം കേട്ടല്ലോ. സ്വർണ്ണൊക്കെ നേരെ ഇടുമോളെ എനിക്കൊന്ന് കാണട്ടെ. എന്റെ ഒന്നാം പറ്റി ഇന്നെങ്കിലും ആ മാല പച്ചക്കായിട്ട് കിടന്നോട്ടെ. നാളെ പോലെ നിങ്ങൾക്ക് തന്നെ ഉള്ളതല്ലേ. What does that mean? Why is everybody so angry at this ceremony? Except for the people who are eating, they look happy. Oh shit. There is him. This is a tough situation to be in. Oh shit, he's staring from all sides. കർത്താവ് കര പിടിക്കാൻ സമ്മതിക്കത്തില്ല. പൊന്നിന്റെ പയ്യൻ വന്നിട്ടുണ്ട്. അയ്യോ അവനിവിടെയും വന്നു. എന്റെ പൊന്നോ എന്തോ ചെയ്യൂടി. അവനിവിടെ വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അങ്ങനെ ആരെങ്കിലും പോവോ? അതൊത്രയും പൊന്നും കളഞ്ഞിട്ട് മമ്മ എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോ കാറിൽ ഒരാൾക്കും കൂടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. And you think arrange money for him back, right? If they don't want to give the gold back then? ഇതില് പൂമൊഴി ഉണ്ടോടി? ഒരു വഴിയില്ല. പൊന്നുമൊത്തോ തള്ളയും പെങ്ങന്മാരും കണ്ണും കൈ കൊണ്ടൊരു 40 തൊട്ട് അളന്ന് വെച്ചേക്കോ. Let's have food. നമ്പർ ഓർക്കുന്ന തള്ളേ. എന്റെ സ്വർണ്ണ തരാതെ ആരും ഇവിടെ സ്വസ്ഥമായിട്ട് വർക്കത്തില്ല. മനസ്സിലായില്ലേ? നേരത്തെ കണ്ടായിരുന്നു. ആ കസിന് സ്റ്റെഫിയുടെ ആണോ? റോച്ചെന്ന് വിളിക്കൂ. നിങ്ങളുടെ അളിയന്റെ പുന്നാര അളിയനാ. പൊന്നു പോലെ ഞാൻ നിന്റെ കാല് പിടിച്ച് പറയുക. അവളുടെ ഭർത്താവും ആ പെണ്ണുങ്ങളുടെ നോട്ടൊന്നും മാറിട്ട് അവര് വിരുന്നിന് വരുമ്പോ അവളുടെ കഴുത്തിന് ഞാനൊരു തരാടാ. ഒരു 2 ദിവസം She just keeps extending the date. ഒരമ്മ പിന്നെയും പറ്റിപ്പാണല്ലേ. We meet again. ഒഴിയളിയ He's sad. He's trying to forget that the gold is no more, right? കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സാധനം നേരത്തെ കൊടുക്കും. മടിയിൽ സ്വർണം കൊണ്ടിരുന്നോണ്ടാണ് മടിയിൽ ജ്വല്ലറി എന്ന് പറയുന്നത്. നടക്കും ജ്വല്ലറി എന്നും പറയും. ഞാനതാ Instant.
കൊള്ളാലോ അത്. ചങ്കറപ്പുള്ളൊരുത്തം വന്നെന്ന് വിചാരിച്ചാ മതി. PP അജേഷ്. PP Rajesh. പിന്നെ റിസ്ക് ഇല്ലേ? പൊന്നെല്ലാം കൂടെ എല്ലാം എടുത്തോണ്ട് എന്ത് ചെയ്യും? അങ്ങനെ കുറെ തെറ്റുകളും ഉണ്ട്. അവന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം നമുക്കറിയാം. അവൻ എന്തെങ്കിലും ബാബിട്ട് വിളിച്ചു പറഞ്ഞാ പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ കൊല്ലും. ആ നീ രാജ്യത്തുള്ളവരെ മുഴുവൻ കൊല്ലാൻ നടന്നല്ലേ? എന്നാ കൊല്ലടാ, ശരി പോയി കൊല്ലുക. That is a simple solution. ആ ചെറുക്കൻ എന്തെങ്കിലും വിളിച്ചു പറയുന്നതിന് മുന്നേ ആയിരിക്കണം. ആങ്ങളെ എന്ന നിലയ്ക്ക് അവക്ക് വേണ്ടി നീ ഇതെങ്കിലും ഒന്ന് ചെയ്യണ. എനിക്ക് വയ്യട, ഇനി ഇതിങ്ങനെ സഹിക്കാം. This mother is just. ഇനി അവനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് വന്നാ മതി. Yeah, she's not that kind as she shows. What is the plan now? Kill him? Throw him away? Oh shit! അപ്പൊ മീനൊക്കെ ഉണ്ടോളേ? ഓ മീൻ ഇവിടുത്തെ കരച്ചില, പണിക്കടയിൽ കരക്കൊള്ളൂട്ടി. ഒരു ചെമ്മീൻകെട്ടന്റെ കാവല കാത്തിരിക്കണം. അളിയോ, ഓ ഒരു രാത്രി നമുക്ക് അവിടെ കൂടാമല്ലോ വകുപ്പുണ്ടോ? ആ ഒരു ചെവി മോളെ, ആ റോഡ് വരെ ഒന്ന് വരണേ. ചെല്ലുമോളെ, Go back. ചെല്ലുമോളെ. ഞങ്ങൾ നിങ്ങളെ കത്തിലൊന്നും കയറിയിട്ടില്ല. ആടാ, നിങ്ങളല്ലെങ്കിൽ പിന്നെ എന്താ റോഡ്? They're so afraid of him. നീ എന്റെ കൊഞ്ചിനെ തൊട്ടില്ലല്ലടാ. Oh, he smelled it. ഞാൻ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാകും. Let's live together. പോകുന്നുള്ളൂ. ഏത് കുഞ്ഞ്? കിട്ടിയ സ്റ്റെപ്പ് വിട്ടു കളയുന്ന പ്രശ്നമില്ല. നീ എന്തോ പറഞ്ഞു? വിരുന്നിന് വരുമ്പോ പൊന്നൂര് തരാന്നാണല്ലോ നിന്റെ തള്ള ഇന്നലെ പറഞ്ഞത്. Wow, this family is something നിനക്ക് else. എന്തെങ്കിലും കാര്യം? ഇത് ഞാൻ അവളെ തമ്മിലുള്ള ഇടപാടാണ്. നേരാ, നിനക്ക് നഷ്ടം വന്നു. ഞങ്ങൾ കാണിക്കുന്നത് അന്തയില്ലായ്മയാ. നിന്റെ ചോറ നീ തിരിച്ചു വാങ്ങിക്കോടാ. പക്ഷെ എന്റെ കയ്യിലല്ല, എന്റെ ആങ്ങളാന്നൂർ നടക്കുന്ന എംബോക്കിയുടെ കയ്യിൽ. സ്റ്റെഫി മോളെ, മോള് ഇപ്പൊ ചാടാ. Wow. അറിയോ, പിന്നെ മേലെ ഇറങ്ങിയിട്ടില്ല. ഒരു പെങ്ങള് കടന്നു വരുന്ന പപ്പില്ലാത്ത കുടുംബം ഒന്നും ഇവൻ ചിന്തിച്ചിട്ടില്ല. കൊടുക്കും മല പോലെ രാക്ഷസൻ എന്നെ വലിച്ചിട്ട് കൊടുത്തിട്ട് ആങ്ങളെ പോലെ. Yep, he doesn't look like somebody who likes her. Like there's no chemistry. ഇതിൽ നൊട്ടോറിയസ് തലകളിൽ കെട്ടിച്ചുള്ള പെണ്ണുങ്ങൾക്ക് അജയ് സ്വർണ്ണം കൊടുത്തിട്ടുണ്ട്, തിരിച്ചു വാങ്ങിച്ചിട്ടും. നീ കൊടുത്തു. A fight broke out there. Notorious. They mess with his things, so that's why. He just fished him, no? That was so cool. This is gonna be tough. ഇവിടെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോകും. എടുത്ത് കഴിഞ്ഞു. ആ കാശ് മതി. കാശ് കളി ശരിയാണ് കാണാം. He shouldn't be paying more anyways. ഈ ലോഡ്ജിൽ സ്വർണം കിട്ടുന്നവരെ അല്ലെങ്കിൽ ചാവുന്നടം ഉരുപ്പടി എവിടെയാണ് ഇരിക്കുന്നത്, അതാണ് എന്റെ ലക്ഷ്യം. അതെടുക്കാൻ ചെന്നപ്പോ ഇച്ചിരി തടസ്സം, അതങ്ങ് മാറിക്കോളും. അല്ലാതെ അവള് പറയുന്നതാണെങ്കിൽ നിന്നെ ലാക്കാക്കാൻ ഞാനൊരു ഊളല്ല, മനസ്സിലായി? ആ പെണ്ണത് കൊടുക്കത്തില്ലെന്ന് കട്ടായം പറഞ്ഞേക്കോ. അവനെ ആ ലോഡ്ജിൽ കിടക്കുവാ. നിങ്ങളെ തള്ളയെ വിളിച്ച് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി. നമ്മള് വിളിച്ചിട്ട് ആ തള്ള എടുക്കുന്നില്ല, പിന്നെ അല്ലേ വരാൻ. ഇതൊന്ന് അടങ്ങ്, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. It's pure fraud, right? ആ കടപ്പുറത്തൂടെ എത്ര ദൂരം തലങ്ങും വിലങ്ങും ഞാൻ എടുത്തോണ്ട് നടന്നതാണ് അവിടെ. പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലേ എടുത്തോണ്ട് പോടയാണ്. Shouldn't have married her off to somebody like that. Is he again trying to kill him? Bro, this guy is acting strange. I think he wants to kill him. Or is he gonna kill himself? Oh my god, no, please. This is not the right solution. പട്ടി നിന്റെ പെങ്ങളാണ് പണിന്ന് പോയോ? ഇനി ഇതിന് ഞാൻ പോലീസ് സ്റ്റേഷൻ കാരാറോ?
Yeah. He's gonna be in trouble again because he's sleeping there, no? Yeah, I forgot that. നല്ല കയ്യിലേ I ruined that too. നിന്റെ അച്ഛനിരിക്കുന്ന കോപ്പ മുകളിൽ നിനക്കൊക്കെ കഴുപ്പ കഴുപ്പ് കാരണം നീ ജീവനെ കണ്ടിട്ടില്ല അതാ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയടാ. നീ കയറി തൂങ്ങി അത് തിരിച്ചെടുക്കും പാർട്ടിയുടെ ചോരയാടാ, അതെല്ലാം എനിക്ക് പറ്റൂലോ. ഇടം പുറത്താക്കാൻ ഒരു വാദം എടുത്ത് തിരിച്ചെടുക്കാൻ വേറെ ഒന്ന് കാണും. മനുഷ്യന്മാർ ചെയ്യുന്നതാണ് പാർട്ടി. പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ചട്ടക്കൂടുകൾ ഉണ്ടാവും. അത് നിനക്ക് വേണ്ടി ആയി നീ കാത്തിരിക്കും. എന്റെ സ്വർണ്ണം പറ്റിച്ച് നിന്റെ പെങ്ങൾ പോയി ഫിനാൻഷ്യത്തിന്റെ മുമ്പിൽ ഞാൻ കള്ളനായി. എന്റെ ജീവിതത്തിന് അടിക്കലാണ് അളയി കിടക്കുന്നത്. ഞാനല്ല കയറി തൂങ്ങേണ്ടത്. നിന്നെ പോലെ ഇങ്ങനെ ചേട്ടത്തിന് കൊണ്ട് തള്ളക്കേളി കെട്ടും വിട്ടുകൊടുക്കാനുള്ള പൈസ എന്നെ പോലുള്ളവരെയാണ് അത് ബാധിക്കുന്നത്. Oh. നിനക്കത് മനസ്സിലാവില്ല. നീ പിച്ചാട്ടി എടുത്തിട്ടുള്ളൂ. മനുഷ്യനെ പോലെ അത് പോരാടിയിട്ടില്ല. അതാ Wow, that's true. Strong words. എടാ നമ്മുടെ കാരണവന്മാരായിട്ട് 10 വയസ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പഴയ്ക്കും. കിട്ടുന്ന സിറ്റുവേഷനിൽ എല്ലാം എൻജോയ്, അല്ലാത്ത സിറ്റുവേഷനിൽ എല്ലാം ഫൈറ്റ് ചെയ്യും. അതാണ് ലൈഫ്. He's giving them motivation too. എങ്ങനെ അതാ ക്യാരക്ടർ വിശ്വാസം. അത് കുത്തുവാളയുടെ അജേഷ് ഉണ്ടാക്കിയെടുത്താണ്. അതാ ഇല്ലാതെ ഈ സ്വർണ്ണം അല്ലെങ്കിൽ പിന്നെ അജേഷ് ഇല്ല. അതിന്റെ ഇടയിലാണ് വെറും തെണ്ടിയാണ് അജേഷ്. പക്ഷെ നമ്മുടെ ഫീൽഡിലാണ് നമ്മൾ പോരാടും. ആ പോരാട്ടത്തിൽ അലച്ചോട്ട ചക്രവർത്തിയാണ് അജേഷ്. Who is that? നീ എന്താ പപ്പോളിച്ച് പോകാതെ? മോനെ അമർ ഒരു അബദ്ധം പറ്റിപ്പോഴും പൊന്നു വെട്ടിച്ച പെണ്ണ് പൂക്കളഞ്ഞു. ഒരു 10-12 വന്റെ വ്യത്യാസമുണ്ട്. 12 പവന് തല വെട്ടിച്ചിലേക്കാണ് അവിടെ കയറിയല്ല കളിക്കുന്നത്. Is that place that bad? പുല്ലേ. ആദ്യമായിട്ടൊരു പിഴവ് കൊപ്പാട്ട് മുതലായിട്ട് പറഞ്ഞേക്ക് രാജേഷ് വിൽക്കുന്നു. ഒറ്റയ്ക്ക് സ്വർണം കൊണ്ട് ഞാൻ കൊല്ലത്ത് വന്നിരിക്കും 2 ദിവസത്തിനകം. ഇല്ലെങ്കിൽ പിന്നെ അജേഷില്ല. നീ ഇത് പോയി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വേനിച്ചാ ഇല്ല ഇല്ല സ്ഥിരം ബാക്ക. അവിടുന്ന് ഒരു കാഴ്ച കഴിച്ച് മറ്റേ ടീമിന്റെ ഗോൾ പോസ്റ്റ് പോയി കിടക്കും. കാളടിയ അതാ കാളാബ്രോന്ന് എന്റെ പേര്. കാവാല കുറ്റി മുളക്കാൻ Crying. സാധനം തിരിച്ചു പിടിക്കാൻ 2 ദിവസം ഗ്യാപ്പ് കിട്ടിയല്ലോ. നമ്മുടെ പൊസിഷനെ അത്ര അവിടെ കൺവേ ചെയ്യാൻ പറ്റിയല്ലോ. അത് മതി. My heart is feeling heavy now. ആ അളിയ ഞാൻ അജേഷാ, സ്റ്റെഫിയുടെ കസിൻ. ആ എന്റെ 1-2 കുപ്പി മിലിറ്ററി കിട്ടിയിട്ടുണ്ട്. നാളെ രാത്രി ഞങ്ങൾ അതുമായിട്ട് അങ്ങോട്ട് വന്നാലോ എന്നാലിരിക്കാം. അളിയന്റെ പണിയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം, നമുക്കൊക്കെ ഒന്ന് കൂടുകയും ചെയ്യാം. ആ പോരി പോരി. Professional. കുറച്ചെടുത്ത് വർക്കായിരുന്നു ഇല്ലല്ലയാ. എന്റെ കുക്കിരി എടുത്ത് വളർത്തത്തേ ഉള്ളൂ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പോയി വളർത്തുന്ന എന്റെ പോടാ. ഏക്കറുണ്ടെങ്കിൽ കണക്കല്ലേ 2 എടുത്ത് വർക്കാൻ മനുഷ്യൻ അറിയത്തില്ല. അറിയൂടാ, ആദ്യം ദൈവം അറിയും, പിന്നെ മുതലാളി അറിയും, പണി പോകുമ്പോ ഞാനും അറിയും. After drinking, കുറച്ച് എമ്മ കിട്ടിയിരുന്നെങ്കിൽ വാക്കായിരുന്നു. അളിയന്റെ മുതലാളിയും ദൈവമൊക്കെ പറയും കാണും. he doesn't like this. Where this is going. ഇവനൊന്ന് സൂക്ഷിച്ചോ, ഇവനെന്തോ പ്രശ്നമുണ്ട്. After drinking, he got a lot of courage. Yo, he just picked up a fight with them. The other guy is still drinking. അവൻ എത്ര കുടിച്ചാലും അവന്റെ കഴുത്തിന് മേളിൽ ബോധം കാണുന്നല്ലോ അവനെ. അപ്പൊ അവൻ അറിയാം എന്തിനാ എന്റെ കുത്തിന് പിടിച്ചത്. നാളെ വെളുപ്പിന് 3 മണിക്ക് കുഴിയന്തോടെ ചായക്കടയിൽ അവൻ വരണം. To അതല്ല apologize. വേറൊരു ഉദ്ദേശം എന്റെ മനസ്സിലുണ്ടേല്. ആണാണെങ്കിൽ അവൻ പറയട്ടെ. അത് വെളുപ്പം 3 മണി എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ അവന്റെ സൗകര്യത്തിനല്ല എന്റെ കുത്തിന് പിടിച്ചത്. അവൻ Oh. വരണം എന്റെ സൗകര്യത്തിന്. എടാ മരിയ ഡേഞ്ചറാ. നീ പറഞ്ഞാ മതി കല്ലിന്റെ പുറത്ത് പറ്റിപ്പോയാണ്. അതേ ക്ഷമിച്ചോളൂ. ക്ഷമിക്കാതെ ഞാൻ നിന്റെ പുള്ളിന്റെ അടുത്ത് ഞാൻ ഇതിനാണ് ക്ഷമിക്കുന്നത്. He's not gonna അജേഷ് apologize. കുത്തിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്റെ പ്ലാൻ എനിക്ക് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടി. ബോധമുള്ളപ്പോ നേരിട്ടെന്ന് കാണാനല്ലേ അളിയൻ പറഞ്ഞത്. ഞാൻ പോകുന്നുമുണ്ട്, നേരിട്ട് കണ്ട് എന്റെ പ്രശ്നം പറയുന്നുമുണ്ട്. അവൻ ആരാന്ന് പറഞ്ഞേ? Cousin? നിന്റെ ഏത് വകയിലെ കസിനാന്ന? PP cousin.
ഒരു പേരും പേപ്പർ എടുത്തുണ്ടോ? അവന് നീ ആയിട്ടുള്ള കറക്റ്റ് ബന്ധം പേപ്പറിൽ എഴുതിയിരുന്നാ. Oh, he's suspicious about them. This is going elsewhere, where it shouldn't. എന്റെ രണ്ടാമത്തെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സഹോദരിയുണ്ട്. ഇനി നിന്റെ മാമനെ നോക്കിത്താ. ഞാൻ വിളിച്ചതേ സ്റ്റെഫിയുടെ കസിനില്ലേ അജേഷ്, അവനായിട്ടുള്ള ബന്ധം എന്തുവാന്ന് പറഞ്ഞേ? അതവക്കറിയാലോ. She cut the call. നമ്പറായി പോലും നിന്റെ ആങ്ങളെ വിളിച്ചു ചോദിക്കാം, കാര്യം അറിയണ്ടേ? കുറച്ച് സ്വർണം കൊടുക്കാനുണ്ട്. Oh, ഏത് സ്വർണ്ണം? she said it. നീ ഇട്ടുകൊണ്ടുള്ള സ്വർണത്തിന്റെ കാര്യം ഒന്ന് പറയുന്നേ. ജ്വല്ലറിയുടെ ആളാ. കണക്ക് കഴിച്ച് ബാക്കിയുള്ളത് അവന് ഊരി കൊടുക്കേണ്ടതായിരുന്നു. I think she's honest. 10-12 പവനുണ്ടെന്ന് അവൻ പറയുന്നു. 12 പവനം? നീ നിന്റെ തലയും കൂടി ഞാൻ കുളിപ്പിച്ചതാന്ന് വിചാരിച്ചാ? ഞാൻ അന്നേരം പറഞ്ഞ ഊടാക്കി പാട്ടിലായിരുന്നു. കിട്ടി ഒരു നമ്മളെ തന്നെ ഇല്ലേ വാങ്ങിട്ട് പല പറ്റിപ്പുണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ പറ്റിപ്പ്. All this family sucks. ഞാൻ തൽക്കാലം ഈ ലോഡ്ജ് വിട്ടാലോ എന്നാലോചിക്കുക. അപ്പൊ ഇതിനെന്ത് ചെയ്യും? അതിന് ചുറ്റിക്കൂട്ടി നീ തന്നെ കൊണ്ടുപോകും. ഞാൻ ആ Yeah. പാർവതിയാമൊക്കെ സഖാവ് ചെട്ടിയാരോട് സംസാരിച്ചു. ഒറ്റ പോസ്റ്റേ ഉള്ളൂ. അവര് സൗകര്യം ഉണ്ടേ മതി. എനിക്ക് വേറെ ആണുങ്ങൾ നിൽപ്പുണ്ട്. വേണേ ചെന്ന് കാണാൻ പറ. He even arranged a job for him. Oh, this guy is so sweet. അളിയും വരാൻ പറഞ്ഞു. വാ പറയട്ടെ. I'm not going to return the gold. ഞാൻ പിടിച്ചപ്പോഴേ അളിയന്റെ ഷർട്ട് കയറിയത്. പുതിയൊരെണ്ണം വാങ്ങിച്ചു. വലിയ വിലയുള്ളതൊന്നുമില്ല. He even got him a shirt. This guy. These people are just evil. എന്തിനെന്റെ കുത്തിരി വിളിച്ചത്? എനിക്ക് അന്നേരം അങ്ങനെ തോന്നും. I just apologize. That's what. He's laughing. ഞാൻ കള്ളിന്റെ പുറത്ത് നിന്റെ കുത്തിന് വിളിച്ചു. നീ പച്ചക്ക് എന്റെ കുത്തിന് വിളിച്ചു. കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിച്ചു പറ്റിയ. നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? മരിയ, ഞാൻ ഫിനാൻഷ്യസിന്റെ മുമ്പിൽ കള്ളനാണ് ഇപ്പൊ. ജോലിക്ക് പോയിട്ട് കുറച്ച് ദിവസമായി. Situation is നീ brutal. വിചാരിച്ച എന്റെ ഈ പ്രശ്നമൊക്കെ തീരും. I don't think he's gonna give it back. ഞാനും അവർ നടക്കണല്ലോ. ഇളയതിന്റെ കെട്ട് കിടക്കണം, മൂത്തതിന്റെ ബാക്കി കൊടുക്കാൻ കിടക്കണം. എനിക്കുണ്ട് കല്യാണം നടത്തേണ്ട ബാക്കിയിൽ കുറെ കണം. എല്ലാം ഇത് വെച്ച് തീർക്കണ്ടത്. അതെടുത്ത് നിനക്കെന്ന് ഞാനെന്തോ ചെയ്യും? ഞാൻ എങ്ങോട്ട് തലമിടാനാണ്? എന്റെ പൊന്നിവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഇപ്പോഴൊക്കെ തന്നെ കാണും. എന്റെ വഴി അടഞ്ഞിട്ടാ ഞാൻ നിന്റെ മുമ്പിൽ വന്നത്. പറഞ്ഞില്ലേ, അതെനിക്ക് സ്ത്രീധനം കിട്ടിയ മുതലാ. അത് നിന്റെ ഭാര്യയും കൂട്ടരും കട്ടോണ്ട് വന്ന മുതല. അതിൽ പങ്കേറുന്ന നീയും കള്ളൻ, പെരും കള്ളൻ. ഒരുമാതിരി കുണച്ചോർത്തനം പറയാൻ നിൽക്കരുത്. ആരാ കള്ളൻ? ഞാനാ? The entire family. നീ പോവാൻ നോക്ക്. നീ They're all just piece of shits. അധ്വാനിക്കുന്നവൻ എന്തിനാണ് ആ സ്ത്രീധനം? അവൻ അധ്വാനിച്ച് കുടുംബം പോറ്റും. Dowry. അല്ലാതെ കൊണ്ടാട്ടി കട്ടോണ്ട് വരുന്ന ഉരുപ്പടി വെച്ച് കുടുംബകാര്യം നോക്കുന്നവൻ ആരാടാ? കാര്യം ഞാൻ ചെയ്യുന്ന ഈ പണിയൊക്കെ തന്നെ. പക്ഷെ പറയാതെ വയ്യ, കൊല്ലത്തൊരു പറച്ചിലുണ്ട്. കണ്ടവന്റെ കൊത്തിലെ തീട്ട കണ്ട് പട്ടിയെ വളർത്തരുത്. നിന്നെ പോലുള്ള ആളുകളെ The fight's gonna break out. I can feel it. Oh, he stabbed him. He has the agreement, right? Go to the police. Oh my God, Rajesh. He stabbed him and came back home. Like, everything's good, baby. You did it. You did this. Let's stop it right there. I don't think in this lifetime PP Rajesh is gonna get his gold back. And the situation for every single person is kind of very depressing. And just like, I don't know which side to go on. Like, thinking about the story of each one of them, they all are sad, but they are all just thinking about themselves, while everybody is in a very
stingy situation. I honestly don't know what to say anymore. Oh, at the time when he just stabbed Rajesh, I was shocked. Like, I didn't think that he would do that. And yeah, he didn't provoke him, but knowing that this place was dangerous and he is kind of notorious, like they said, that happened. And let's look forward to what the part 3 is gonna be. I am very curious if he would get the gold back or not. Let's stay tuned and see if it happens. Until then, don't forget to like, share and subscribe and hit on the bell icon so you don't miss out on the upcoming reactions on the channel. I would really appreciate you to leave some comments down and appreciate all the star cast, and if you enjoy the reaction, then that too. I'll see you soon. Bye bye.